കഴിഞ്ഞ ദിവസം വന്നൊരു വലിയ വാർത്തയുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. കോറോ ഹെൽത്ത് കമ്പനി എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി. ആ കമ്പനിയിൽ 800ഓളം ജീവനക്കാരെ കൂട്ട പിരിച്ചുവിടൽ നടത്തിയിരിക്കുന്നു എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിച്ച ആ വാർത്തയെന്ന് പറയുന്നത്. ഇപ്പോൾ ആ ജീവനക്കാർ നീതി തേടി നിൽക്കുകയാണ്. പിരിച്ചുവിടൽ മരവിപ്പിക്കണം എന്ന കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലെ തീരുമാനം ലംഘിച്ചാണ് കോറോ ഹെൽത്ത് കമ്പനിയുടെ നീക്കം. 2 മാസത്തെ ശമ്പളം ജീവനക്കാർക്ക് മുൻകൂറായി നൽകിയാണ് പിരിച്ചുവിടൽ എന്ന തീരുമാനത്തിലേക്ക് ആ കമ്പനി എത്തിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തലേ ദിവസം ജോലി കഴിഞ്ഞു പോയി, പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് കയറാൻ വേണ്ടി ഓഫീസിലെത്തി പഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ജോലിയില്ല, നിങ്ങൾക്കിവിടെ പണിയില്ല, പൊക്കോളാൻ പറയുന്ന കമ്പനി നേതൃത്വം. ആ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കൂ. ജീവിതം ഇരുട്ടിലായി പോകുന്ന സാഹചര്യമല്ലേ? എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് കേട്ടോ. തൊഴിലാളികൾ ഈ ലേബർ കോഡുകൾക്കെതിരെ രാജ്യത്തുടനീളം സമരം നടത്തിയിരുന്നു. ഏകദേശം 25 കോടിയോളം തൊഴിലാളികൾ ആ സമരത്തിൽ പങ്കാളികളായിരുന്നു. പക്ഷേ ആ സമരത്തിനെ അധിക്ഷേപിക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പുതിയ ലേബർ കോഡ് പ്രകാരം തൊഴിലാളിയെ പിരിച്ചുവിടാൻ ഒരു പ്രശ്നവുമില്ല മുതലാളിക്ക് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഈ കോറോ ഹെൽത്ത് കമ്പനിയിൽ കണ്ടത്. ഇതിനൊക്കെ എതിരെയായിരുന്നു വന്ന തൊഴിലാളികൾ സമരം ചെയ്തത്. പക്ഷേ ആ സമരത്തെ അധിക്ഷേപിക്കാനും പരിഹസിക്കാനുമായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ വലത് സ്വഭാവമുള്ള മനുഷ്യരും മുന്നിട്ടിറങ്ങിയത്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ആ തൊഴിലാളികൾ അന്ന് സമരം ചെയ്തതെന്ന്? ഇതാ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. 800 പേരുടെ ജോലിയാണെന്നേ പോയിരിക്കുന്നത്. ആ മനുഷ്യർ ഇനി എന്ത് ചെയ്യും? തിയോഫിനുണ്ട് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. 800ഓളം തൊഴിലാളികളുടെ ജോലിയാണ് തിയോഫിൻ പോയിരിക്കുന്നത്. തലേദിവസം രാത്രി ജോലി കഴിഞ്ഞ് പോയി പിറ്റേ ദിവസം രാവിലെ പഞ്ച് ചെയ്യാൻ എത്തുമ്പോഴാണ് നിങ്ങൾക്കിവിടെ ജോലിയില്ല എന്ന് മാനേജ്മെന്റ് പറയുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് അതുവരെ കെട്ടിപ്പൊക്കിയതെല്ലാം ഇല്ലാതാവുകയാണ്. ഇനി എന്ത് എന്ന ചോദ്യം മാത്രം ഇങ്ങനെ ബാക്കി നിൽക്കുകയാണ്. ആ തൊഴിലാളികളുടെ അടുത്ത നീക്കം എന്താണ് തിയോഫിൻ? മനു, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ കോറോ ഹെൽത്ത് കമ്പനിയിലെ തൊഴിലാളികൾ. അമേരിക്കൻ മെഡിക്കൽ കോഡിംഗ് ജോലി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കമ്പനിയാണിത് കോറോ ഹെൽത്ത്. ഇതിൽ കൊച്ചിയിലും കോഴിക്കോടുമുള്ള ഓഫീസുകളാണ് പെട്ടെന്ന് അടച്ചുപൂട്ടുന്നത്, ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ. ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മനു സൂചിപ്പിച്ച ലേബർ കോഡിൻ്റെ വിഷയങ്ങൾ കൂടി സൂചിപ്പിക്കുമ്പോൾ ആ ലേബർ കോഡിൽ പറയുന്ന മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കമ്പനി നീങ്ങിയതെന്നാണ്. മുൻകൂറായി ജീവനക്കാരെ അറിയിച്ചിട്ടില്ല. പെട്ടെന്നാണ് കമ്പനി അടച്ചുപൂട്ടുന്നു, എല്ലാവർക്കും പിരിഞ്ഞു പോകാമെന്ന രീതിയിലുള്ള ഒരു സന്ദേശം ലഭിക്കുന്നത്. ഇതിന് പിന്നാലെയാണ് കമ്പനി അധികൃതർ എത്തി ചർച്ച നടത്തിയത്. അതായത് പിരിച്ചുവിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ കൊച്ചിയിലെ മാനേജറെ അടക്കം പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. അതായത് കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി ഇവിടുത്തെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ട ഒരാളെ പോലും പിരിച്ചുവിട്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ പിരിച്ചുവിടലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ എത്തിയത് ചെന്നൈയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ്. അവരെത്തി ഇവിടെ ജോലിക്കാരുമായി ചർച്ച നടത്തി. നേരത്തെ നടത്തിയ ചർച്ചയിൽ ഈ പിരിച്ചുവിടൽ നടപടി മരവിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് മരവിപ്പിക്കാമെന്ന് കമ്പനി അധികൃതർ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഇവർക്കൊരു ഇമെയിൽ സന്ദേശം വരുന്നു. 2.5 മാസത്തെ ശമ്പളം എല്ലാവർക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. എന്നിട്ടാണ് അടച്ചുപൂട്ടി കമ്പനിയുടെ ഓഫീസുകൾ പൂട്ടുന്നു. കൊച്ചിയിലെയും കോഴിക്കോടത്തെയും ഓഫീസുകൾ പൂട്ടുമെന്ന് പറയുന്നു. മനു സൂചിപ്പിച്ചതുപോലെ 800-ലധികം തൊഴിലാളികൾ ഈ രണ്ടിടത്തുമായി ജോലി ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ്. ആരെങ്കിലുമൊക്കെ സഹായിക്കുമോ, പിന്തുണ നൽകുമോ എന്ന് കൂടി ഇവർ കാത്തിരിക്കുന്നുണ്ട്. ഇതിനിടെ തിങ്കളാഴ്ച, അതായത് നാളെ, ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. ആ ചർച്ച നടത്തും എന്ന തീരുമാനം അങ്ങനെ നിലനിൽക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഇന്നലെ ഈ 2.5 മാസത്തോളം ശമ്പളം എല്ലാവർക്കും നൽകിക്കൊണ്ട് ഇത് ഒഴിവാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നാളെ ഈ ചർച്ച എങ്ങനെയാകുമെന്നോ, ചർച്ച നടക്കുമെന്നോ, അല്ലെങ്കിൽ ആ ചർച്ചയിലേക്ക് കമ്പനിയുടെ പ്രതിനിധികൾ എത്തുമെന്നോ എന്ന കാര്യത്തിലും ഒരു ഉറപ്പില്ല. എന്തായാലും 800-ലധികം തൊഴിലാളികൾ പെട്ടെന്ന് ഒരു ദിവസം ജോലി നഷ്ടപ്പെടുന്നു. 2.5 മാസത്തെ ശമ്പളം മുൻകൂറായി നൽകിക്കൊണ്ട് ഇവരെ ഒഴിവാക്കാനുള്ള നീക്കമാണ് ഈ കോറോ ഹെൽത്ത് കമ്പനി നടത്തുന്നത്. പക്ഷേ സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, തൊഴിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളോ പ്രതികരണങ്ങളോ വന്നിട്ടുണ്ടോ? മനു, ഇതുവരെ തൊഴിൽ വകുപ്പ് സർക്കാർ ഇടപെട്ടിട്ടില്ല. സർക്കാരിൻ്റെ ഇടപെടൽ വേണമെന്നാണ് പ്രധാനമായി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. സാധാരണ രീതിയിൽ നമുക്കറിയാം, ഇവിടെ ഒരു കമ്പാരിസൺ കൂടി നമുക്ക് വേണ്ടി വരും മനു. ഇത്തരത്തിലൊരു സമരങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുമുന്നണിയുടെ ഭരണകാലത്ത് പെട്ടെന്ന് തന്നെ തൊഴിൽ വകുപ്പ് ഇടപെടാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ തൊഴിൽ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇന്നലെയും ഇന്നുമായി ഒരറിയിപ്പും ഇതുവരെ നമുക്ക് ഈ നിമിഷം വരെ ഈ തൊഴിൽ വകുപ്പിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയതായി ഇതുവരെ നമുക്ക് ഒരു വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ സാധാരണഗതിയിൽ നേരത്തെയാണെങ്കിൽ ഇത്തരത്തിൽ വിഷയങ്ങളിൽ ഇടപെടാറുണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രതീക്ഷയോടെ ഇപ്പോഴും ജോലിക്കാർ കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കച്ചിതുരുമ്പ് ഈ വിഷയത്തിൽ കിട്ടുമോ എന്നറിയാൻ. നാളെ നടക്കാനിരിക്കുന്ന ഒരു ചർച്ചയിലും പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ കാര്യത്തിൽ ഉറപ്പില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം. കാരണം ഈ 2.5 മാസത്തെ പണം മുൻകൂറായി ഈ തിങ്കളാഴ്ച ചർച്ച തീരുമാനിക്കുന്നതിന് ശേഷമാണ് പെട്ടെന്ന് ഒരു ഇമെയിൽ സന്ദേശവും 2.5 മാസത്തെ ശമ്പളവും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇനി ആ നാളത്തെ ചർച്ച നടക്കുമോ എന്ന് തന്നെ
ഉറപ്പില്ലാത്തൊരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ പോവുകയാണ്. ചർച്ച ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കുന്നുണ്ട് തൊഴിലാളികൾ. പക്ഷേ ഇവരുടെ കാര്യം എന്തായാലും അനിശ്ചിതത്വത്തിലാണ്. പെട്ടെന്ന് 2.5 മാസത്തെ ശമ്പളം മുൻകൂറായി നൽകിക്കൊണ്ട് എല്ലാവരെയും ഒഴിവാക്കാനുള്ള ഒരു നീക്കമാണ് കമ്പനി നടത്തുന്നത്. എന്തായാലും സർക്കാർ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഈ തൊഴിലാളികളുടെ കാര്യം പ്രതിസന്ധിയിലാവും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കേരളത്തിലെ തൊഴിലാളികളെ പിരിച്ചുവിടുമ്പോൾ സമാന്തരമായി മറ്റൊരിടത്ത് അവിടെ പിരിച്ചുവിടലല്ല നടക്കുന്നത്, അവിടെ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. ഹൈദരാബാദിലും അല്ല, ഞാനത് ഓർക്കുകയായിരുന്നു. ഇവിടെ സാമ്പത്തികമായി ബുദ്ധിമുട്ട്, ബിസിനസ് ഡിഫിക്കൽട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ ഇവിടുത്തെ ഓഫീസ് പൂട്ടാൻ പോവുകയാണ്, അല്ലെങ്കിൽ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കാൻ പോവുകയാണ് എന്ന തീരുമാനമെടുത്ത്. പക്ഷേ അതേ കമ്പനി തന്നെ കേരളത്തിൽ ജീവനക്കാരെ പിരിച്ചുവിടുമ്പോൾ ഉത്തർപ്രദേശിലും ഹൈദരാബാദിലും പുതിയ ഓഫീസുകൾ തുറന്ന് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ കേരളത്തിലെ തൊഴിലാളികളോട് മാത്രം എന്തിനീ ക്രൂരത? അതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഒരിടത്ത് ആളുകളെ ജോലിക്കെടുക്കുന്നു, മറുഭാഗത്ത് പിരിച്ചുവിടുന്നു. ഇവരെന്താണ് ചെയ്യുന്നത്? മനു, ഇതിനിടയിൽ ഒരു സംശയം, കേരളത്തിലെ ഓഫീസുകൾ പൂട്ടി ഉത്തർപ്രദേശിലും ഹൈദരാബാദിലേക്കുമായി പ്രവർത്തനങ്ങൾ മാറ്റാൻ. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ കേരളത്തിലെ തൊഴിലാളികളെ അങ്ങോട്ട് സ്ഥലമാറ്റം നൽകേണ്ടതിന് പകരം ഒറ്റയടിക്ക് പിരിച്ചുവിടലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്ത് ഇവിടുത്തെ തൊഴിലാളികളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് പകരം കുറഞ്ഞ ശമ്പളത്തിൽ കൂടുതൽ പേരെ റിക്രൂട്ട് ചെയ്യുക, പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും കേരളത്തിലെ ഈ കൊച്ചിയിലെയും കോഴിക്കോടെയും 2 ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെല്ലാം ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. മാനേജർമാരുൾപ്പെടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. ശരി, ഓക്കെ, താങ്ക് യു തിയോഫിൻ. തിയോഫിനാണ് നമ്മളോട് ഈ കാര്യങ്ങൾ വിശദമായി തന്നെ വിവരങ്ങളായി നൽകിയത്. ഇതിൽ തിയോഫിൻ അവസാനം പറഞ്ഞൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. കാരണം കേരളത്തിൽ ജോലി എടുപ്പിച്ചാൽ, കേരളത്തിൽ ഓഫീസുകൾ തുറന്നാൽ കൃത്യമായ രീതിയിൽ സാലറി കൊടുക്കേണ്ടി വരും, കൃത്യമായ കൂലി നൽകേണ്ടി വരും. ഇപ്പോൾ ഉത്തർപ്രദേശിലും ഹൈദരാബാദിലും പുതിയ ഓഫീസുകൾ തുറന്ന് അവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കുറഞ്ഞ കൂലി കൊടുത്താൽ മതിയാകും. വേറെ പ്രതിഷേധങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഈ പറയുന്ന കമ്പനിക്കും കമ്പനിയുടെ അധികൃതർക്കുമുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം കേരളത്തിലെ തൊഴിലാളികളെ പിരിച്ചുവിട്ട് ഉത്തർപ്രദേശിലും ഹൈദരാബാദിലും അവർ പുതിയ ഓഫീസ് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഒന്ന്, പുതിയ ലേബർ കോഡുകൾ നിലവിൽ വന്നിട്ടുണ്ടല്ലോ രാജ്യത്ത്. പുതിയ ലേബർ കോഡുകൾ പ്രകാരം തൊഴിലുടമയ്ക്ക് അവരുടെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ മുൻകൂർ നോട്ടീസ് നൽകുകയോ മുൻകൂർ വിശദീകരണം തേടുകയോ ഒന്നും വേണ്ട. അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരുടെ തൊഴിലാളികളെ പറഞ്ഞുവിടാം. പൂർണ്ണമായും തൊഴിലുടമയ്ക്ക് വേണ്ടി എഴുതപ്പെട്ട ലേബർ കോഡുകളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. ആ ലേബർ കോഡുകൾക്കെതിരെയാണ് ഈ രാജ്യത്തെ തൊഴിലാളി സമൂഹം പണിമുടക്കിനിറങ്ങിയത്, സമരത്തിനിറങ്ങിയത്. ആ സമരത്തെ അധിക്ഷേപിച്ച മാധ്യമങ്ങളും ആ സമരത്തെ പരിഹസിച്ച ആളുകളുമാണ് നമ്മുടെ ഇടയിലുള്ളത്. ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ ജോലി പോയ ആളുകളുടെ കൂട്ടത്തിലുള്ളവർ പോലും ഒരു പക്ഷേ പരിഹസിച്ചിട്ടുണ്ടാകാം അന്നത്തെ തൊഴിലാളി പണിമുടക്കിനെ. ഇപ്പോൾ പോയപ്പോഴാണ് മനസ്സിലാക്കുന്നത് തങ്ങൾക്ക് കൂടി വേണ്ടിയാണല്ലോ അന്ന് അവർ സമരത്തിന് ഇറങ്ങിയതെന്ന്. 800 പേരുടെ ജോലിയാണെന്നേ, 800 പേരുടെ ജീവിതമാണ് ഇപ്പോൾ ഇരുട്ടിലായിരിക്കുന്നത്. ഇനി എന്തു ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഓഫീസിലേക്ക് വരികയാണ്, അപ്പോൾ പറയുകയാണ് നിങ്ങൾ ഇന്നു മുതൽ വരണ്ട, നിങ്ങൾക്ക് ഇന്നു മുതൽ ഇവിടെ ജോലിയില്ല എന്ന്. നമ്മൾ എന്ത് ചെയ്യും? ഇരുട്ടിലായി പോവില്ലേ നമ്മുടെ ജീവിതം? എങ്ങോട്ടേക്കെന്ന ചോദ്യമല്ലേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ആ ചോദ്യമാണ് ആ മനുഷ്യർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സർക്കാരിന് ഇതിൽ ഇടപെടാൻ കഴിയുമോ? തൊഴിൽ വകുപ്പ് ഇതിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുമോ? ഈ വാർത്ത പുറത്തു വന്ന് ഇപ്പോൾ ഏകദേശം 1 ദിവസത്തോളമായിരിക്കുകയാണ്. ഇതുവരെ കമ എന്നൊരക്ഷരം നമ്മുടെ തൊഴിൽ വകുപ്പ് മന്ത്രിയോ സംസ്ഥാന സർക്കാരോ മിണ്ടിയിട്ടില്ല എന്നതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. നോക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.